എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ പാം നല്ല ദേഷ്യത്തിലായിരുന്നു. കാരണം അവൾക്ക് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളുടെ മാനേജറും അവളെ ഉപേക്ഷിച്ച് പോകുന്നു. പക്ഷെ എന്ത് പ്രശ്നം വന്നാലും പാമിനെ പോലുള്ള ഒരു കണ്ണിങ് പേഴ്സണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അറിയാലോ. ആളുകളുടെ കയ്യിൽ നിന്ന് സഹതാപം കിട്ടാനായിട്ട് കണ്ണിൽ ഗ്ലിസറിൻ എല്ലാം ഒഴിച്ച് അവൾ ലൈവിൽ പോകുന്നു. തൻ്റെ ഫാൻസിനോടും ഓഡിയൻസിനോടും എല്ലാം അവൾ സോറി പറയുന്നുണ്ട്. ഒരുപാട് പാവത്തെ പോലെയാണ് ഈ ലൈവിൽ അവൾ സംസാരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം സത്യത്തിൽ പാമിൻ്റെ ആക്ടിംഗ് ആയിരുന്നു. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ ഫാദർ മരിച്ചു. രോഗം കാരണം കിടപ്പിലായതുകൊണ്ട് എന്നെ കെയർ ചെയ്യാൻ എൻ്റെ മദറിന് പറ്റിയിട്ടില്ല. എൻ്റെ കൺമുന്നിൽ കിടന്ന് എൻ്റെ മദർ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ബോഡി പണത്തിന് വേണ്ടി സെല്ല് ചെയ്ത്. എനിക്കറിയാം ഇത് വലിയ തെറ്റാണെന്ന്. എനിക്കറിയാം ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന്. പക്ഷെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക, എനിക്ക് ഒരു ചാൻസ് കൂടി തരണം എന്ന് അവൾ പറയുന്നു. ഇതെല്ലാം ചെന്നും അവൻ്റെ മദറും കാണുന്നുണ്ട്. ഇവളെ നോക്ക്, എന്തുമാത്രം പാവത്തെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇത്രയും ഫേക്ക്നെസ് ഉള്ള ഗേളിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് മദർ പറയുമ്പോൾ, മദർ പ്ലീസ് പാമിനെ കുറിച്ച് എന്നോട് സംസാരിക്കരുത്. ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു റിലേഷനും ഇല്ലയെന്ന് അവൻ പറയുന്നു. എൻ്റെ ഫ്രണ്ടായ ആൻ്റെ മേയുടെ മകളെ വീട്ടിലേക്ക് ഡിന്നർ ഇൻവൈറ്റ് ചെയ്യാൻ അവൻ്റെ മദർ പറയുമ്പോൾ, പ്ലീസ് മദർ, ഞാൻ എത്ര തവണ പറഞ്ഞു ഇപ്പോൾ ഒരു റിലേഷനെ കുറിച്ച് ചിന്തിക്കാൻ എൻ്റെ മൈൻഡ് സെറ്റ് റെഡിയല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ഇങ്ങനെ പാർട്ട്ണറിനെ അന്വേഷിക്കുന്ന നിർത്താൻ അവൻ പറയുന്നു. ഡാഡ് എങ്ങനെയുണ്ടെന്ന് അവൻ ചോദിക്കുമ്പോൾ, നിന്റെ ഡാഡോ ഫുൾ മെൻ്റലായി. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. പ്രിന്റ് കമ്പനി വിട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? നമ്മുടെ പക്കൽ ഒരുപാട് പണമുണ്ട്. ടാലൻ്റ് ആയിട്ടുള്ള ആരെ വേണമെങ്കിലും നമുക്ക് ഹയർ ചെയ്യാം. പിന്നെന്തിനാ ഇദ്ദേഹം ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നിന്റെ ഹാർഡ് വർക്ക് നിന്റെ ഫാദർ നോട്ടീസ് ചെയ്യുമെന്ന് മദർ പറയുന്നു. ഈ സീനിൽ പാമിന്റെ കൂടെ അന്ന് കണ്ട ആളുമായിട്ട് പ്രിന്റെ ഫാദർ സംസാരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ തവി എന്നാണ്. ഇദ്ദേഹവുമായിട്ട് പ്രിന്റെ ഫാദറിന് എന്തോ ബിസിനസ് റിലേഷനാ. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് കുറെ ഗുണ്ടകൾ വന്ന് ക്രിറ്റിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. സത്യത്തിൽ ഈ ഗുണ്ടകൾ മിസ്റ്റർ തവിയുടെ ആയിരുന്നു. കാരണം പാമിന്റെയും അദ്ദേഹത്തിന്റെയും ഹോട്ടലിലുള്ള ആ വീഡിയോ എടുത്ത ക്രിറ്റാണെന്ന് മിസ്റ്റർ തവി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫായ ഇങ്ക് നിങ്ങളെ വീണ്ടും ഹോട്ടലിൽ ഏതെങ്കിലും ഗേളിന്റെ കൂടെ കാണുകയാണെങ്കിൽ ആ ഗേളിന്റെ കൂടെ ഞാൻ നിങ്ങളെ അവസാനിപ്പിക്കുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തുന്നു. ഇവിടെ മിത്ര തന്റെ പ്രഗ്നൻസി ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ വരുന്നു. സെയിം ഹോസ്പിറ്റലിലാണ് ടോഡ് ക്രിറ്റിനെയും കൂട്ടി വരുന്നത്. മിത്ര ഇവിടെ കാണുമ്പോൾ അവനാകെ ഷോക്കാകുന്നു. മിത്ര ഇവിടെ എന്തെടുക്കുക, അവൾ ഇരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ പ്രഗ്നന്റ് ലേഡീസ് ആണല്ലോ എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. ഡോക്ടറിനെ കണ്ട ശേഷം അവൾ വെളിയിലേക്ക് വരുമ്പോൾ ഒരു ലേഡിയുമായി അവൾ കൂട്ടിമുട്ടുന്നുണ്ട്. മിത്ര അവരെ സീറ്റിലിരുത്താൻ വേണ്ടി പോകുന്ന ടൈം കൊണ്ട് അവളുടെ കവറിലുണ്ടായിരുന്ന മെഡിസിൻസിന്റെ ഫോട്ടോ ടോഡ് എടുക്കുന്നു. നെക്സ്റ്റ് സീനിൽ ടോഡ് ക്രിറ്റിന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. മിത്രയുടെ ആ മെഡിസിനെ കുറിച്ച് അവൻ സെർച്ച് ചെയ്യുന്നുണ്ട്. ഫൈനലി അവന് മനസ്സിലാകുന്നു മിത്ര പ്രഗ്നന്റ് ആണെന്ന്. അവൻ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. കാരണം അവളെ ഭീഷണിപ്പെടുത്താൻ അവൻ്റെ കയ്യിൽ നല്ല ചാൻസാണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ മിത്ര ഓഫീസിൽ ഒരുപാട് ടെൻഷനിലിരിക്കുകയാണ്. ഇനി ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ടോഡ് മിത്രയെ കാണാനായി ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 1 വർഷത്തേക്ക് നീ എന്നെ മാരി ചെയ്യുകയാണെങ്കിൽ എനിക്ക് 5 മില്യൺ അല്ല അതിൽ കൂടുതൽ പണം വേണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. നിന്റെ ഈ ഡിമാൻഡ് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ, നിന്റെ സ്റ്റൊമക്കിലുള്ള ഈ ബേബിയെ സംബന്ധിച്ച് ഇത് ചെറിയ ഡിമാൻഡാണ്. അല്ലെങ്കിൽ തന്നെ മാരേജിന് ശേഷം നിന്റെ കൂടെ എനിക്ക് ഈ ബേബിയും ടേക്ക് കെയർ ചെയ്യണം. ഇത് അതിനുള്ള പണമാണെന്ന് അവൻ പറയുന്നുണ്ട്. തൻ്റെ പ്രഗ്നൻസിയെക്കുറിച്ച് ടോഡ് അറിഞ്ഞെന്നറിഞ്ഞ് മിത്ര ആകെ ഷോക്കാകുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മിത്ര വന്ന് ആണ്ട് വേയോട് പറയുന്നു. ആണ്ട് വേ തായ്ലൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ നീ ടോഡിനെ എങ്ങനെ മാരി ചെയ്യാനാ? നിനക്ക് അവനെ ഇഷ്ടം പോലും അല്ല എന്ന് ആണ്ട് പറയുന്നു. എൻ്റെ ഈ ബേബിക്ക് വേണ്ടി ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്തേ പറ്റുന്നവൾ പറയുമ്പോൾ, പക്ഷേ ഈ ബേബിയുടെ റിയൽ ഫാദർ പ്രിന്നാണെന്ന് ആണ്ടും പറയുന്നു. ആണ്ട് സത്യത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രിൻ്റെ പേര് എൻ്റെ മുന്നിൽ പറയരുത്. അവൻ എന്നെ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അവനോട് ക്ഷമിക്കില്ല. അവനൊരു ചാൻസ് കൊടുക്കില്ല എന്ന് അവളും പറയുന്നു. അപ്പോഴേക്കും നിക്ക് റീനി അവിടേക്ക് വരുന്നുണ്ട്. അവർ രണ്ടുപേരും ഈ ടോപ്പിക്കിൽ സംസാരിക്കാൻ നിർത്തുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ നായെ കാണാനായി ചെൻ അവളുടെ കോഫി ഷോപ്പിലേക്ക് വരുന്നു. നിനക്ക് രാവിലെ വേറെ പണിയൊന്നുമില്ലേ? ഇത്രയും മോർണിംഗിൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനായി എൻ്റെ ഷോപ്പിലേക്ക് വരുന്ന എന്തിനാണെന്ന് അവൾ ചോദിക്കുന്നു. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. പക്ഷെ ആ ജോലിയെല്ലാം
ഇവിടെ നിന്ന് ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന് അവനും പറയുന്നു. ഇത് കേട്ട് ഇതെന്റെ കോഫി ഷോപ്പാണ്, നിന്റെ ഓഫീസല്ല എന്ന് പറയുന്നുണ്ട്. അവളെ കൺവിൻസ് ചെയ്യാൻ ചെന്നി ശ്രമിക്കുന്നു. അപ്പോൾ അവിടേക്ക് പാം വരുന്നുണ്ട്. എനിക്കറിയാമായിരുന്നു നിന്നെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന്. എനിക്കറിയാം ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന്. നിനക്കൊരിക്കലും എന്നോട് ക്ഷമിക്കാനും പറ്റില്ലെന്ന്. പക്ഷേ എനിക്കൊരു ചാൻസ് തരാൻ നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് പാം ചോദിക്കുന്നു. ഇത് കേട്ട് ഞാൻ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ചെന്ന അവളെ തടഞ്ഞ് നീ എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ എൻ്റെ കൂടെ നിൽക്കാൻ അവളോട് പറയുന്നു. എന്നിട്ട് പാമ്പിനോട് എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല, നീ എന്നോട് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഞാൻ നിന്നോട് ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ നീയുമായിട്ട് വീണ്ടും ഒരു റിലേഷനിൽ വരാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അവൻ പറയുന്നു. പാമാകട്ടെ ഒരുപാട് പാവത്തെ പോലെ അവൻ്റെ മുന്നിൽ ആക്ട് ചെയ്യുന്നു. നിനക്കറിയാവുന്നല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം എൻ്റെ മുന്നിൽ മറ്റു വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാ, എൻ്റെ മദറിന് വേണ്ടിയാ, അല്ലാതെ അതൊന്നും എൻ്റെ മനസ്സോട് ഞാൻ ചെയ്തതല്ല. രോഗം കാരണം എൻ്റെ മദർ മരിക്കാൻ കിടന്നപ്പോൾ മെഡിസിൻസ് വാങ്ങാനായിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൾ പറയുന്നു. എന്നിട്ട് നാളെടുത്ത് വന്ന് സോറി പറഞ്ഞ് ഒരുപാട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പാമ്പിനെ നായ്ക്ക് നന്നായിട്ടറിയാം അവളുടെ ആക്ടിങ്ങിലൊന്നും വീഴുന്നില്ല. ഇതെല്ലാം കണ്ട് ചെൻ പാമ്പിനോട് എനിക്കൊരിക്കലും നിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് വീണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരു ഫ്രണ്ടായിട്ട് നിനക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം, എൻ്റെ ആവശ്യമാണെങ്കിലും എന്നോട് പറയാമെന്ന് അവൻ പറയുന്നു. എനിക്കിപ്പോൾ ഒരാവശ്യമില്ല, ഇപ്പോൾ എൻ്റെ കൂടെ ആരുമില്ല, പക്ഷേ ഒരു ഫ്രണ്ടായിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നീ തയ്യാറാണെന്ന് അറിഞ്ഞതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്ന് പാം പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. കാരണം ഇതെല്ലാം പാമ്പിൻ്റെ ആക്ടിംഗ് ആണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. നെക്സ്റ്റ് സീനിൽ ആൻഡ് വേ തായ്ലൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ മിത്ര തൻ്റെ കുട്ടികളുടെയും ആൻഡ് വേയുടെയും കൂടെ ഗണ്ണിൻ്റെ സ്റ്റാർലി റിസോർട്ടിലേക്ക് വരുന്നു എൻജോയ് ചെയ്യാനായി. ഗണ്ണിനെ കാണുമ്പോൾ നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഇല്ല, നീ എന്നെയല്ല മറ്റൊരാളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ നിന്റെ കയ്യിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. ഞാൻ ഇപ്പോഴും നിന്നെ എൻ്റെ നല്ല ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. നിന്റെ ലൈഫിൽ നീ എന്നും ഹാപ്പി ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. മിത്ര അവിടുന്ന് പോയ ശേഷം പ്രിൻ അവിടേക്ക് വരുന്നു. അവനെ കണ്ട് ഗൺ ഒരുപാട് സർപ്രൈസ് ആകുന്നുണ്ട്. ബ്രദർ, നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? നിന്നെക്കുറിച്ച് ഒരു വിവരം ഇല്ലായിരുന്നല്ലോ എന്ന് ഗൺ പറയുന്നു. ആദ്യം നീ എനിക്കൊരു കോഫി തരൂ, എന്നിട്ട് സംസാരിക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അവർ രണ്ടുപേരും കോഫിയെല്ലാം കുടിച്ച് സംസാരിക്കുകയാണ്. ഗൺ പ്രിന്നോട് സോറി പറയുന്നുണ്ട്. നീ എന്നോട് മിത്രയെ കെയർ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ നീ അവളുടെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും അവൾ എന്നെ നല്ല ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നത്. അവളുടെ മനസ്സിൽ നീ മാത്രമാണെന്ന് ഗൺ പറയുന്നു. ഇത് കേട്ട് പ്രിൻ ഹാപ്പി ആകുന്നുണ്ട്. നിക്കിനെ റീനയെ കുറിച്ചുള്ള സത്യം അവൻ ഗണ്ണോട് പറയുന്നു. നിക്കും റീനയും എൻ്റെ മക്കളാണെന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ഗൺ ആകെ ഷോക്കാകുന്നു. പക്ഷേ മിത്ര ടോണിനെ മാരി ചെയ്യാൻ പോകുകയാണെന്ന് ഗൺ പറയുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, പക്ഷേ എനിക്ക് നിന്റെ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് പ്രിൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ മിത്ര തൻ്റെ കുട്ടികളെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ പ്രിൻ 2 കുട്ടികളുമായി അവളുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവളെ നോക്കി സ്വീറ്റായി സ്മൈൽ ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, നീ എന്നെ മിസ് ചെയ്തു എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് മിത്ര ദേഷ്യത്തിൽ അവനെ നോക്കുന്നു. എന്നിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവൻ അവളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ മുന്നിൽ നിന്ന് മാറാൻ അവൾ പറയുമ്പോൾ ആദ്യം പ്രിൻ മാറുന്നില്ല, പക്ഷെ അവൾ കൂടുതൽ ദേഷ്യത്തിൽ പറയുമ്പോൾ പ്രിൻ മാറുന്നുണ്ട്. അവൾ കുട്ടികൾ ഞാനെടുത്ത് കൊണ്ടുവന്ന് അവരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറയുന്നു. എന്നിട്ട് പ്രിന്നോട് ദേഷ്യത്തിൽ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു. നീ എന്നോട് ദേഷ്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നിനക്ക് ദേഷ്യപ്പെടാം, പക്ഷേ പ്ലീസ് എൻ്റെ കുട്ടികളിൽ നിന്നും എന്നെ മാറ്റി നിർത്തരുത്. നീയും നമ്മുടെ കുട്ടികളും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവൾ ആകെ ഷോക്കാകുന്നു. കുട്ടികളെക്കുറിച്ച് ഇവൻ എങ്ങനെ അറിഞ്ഞു എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അവനെ അവോയ്ഡ് ചെയ്ത് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പ്രിൻ അവളെ തടയുന്നു. അവൾ ദേഷ്യത്തിൽ അവനെ സ്ലാപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പ്രിൻ അവളെ ഹോൾഡ് ചെയ്ത് എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി, എൻ്റെ കുട്ടികളെ എന്നിന്ന് മാറ്റി നിർത്തരുതെന്ന് അവൻ പറയുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? നീ ആരുടെ കാര്യം പറയുന്നത്? ആരെന്റെ കുട്ടികളിൽ നിന്നെല്ലാം അവൾ ചോദിക്കുന്നു. എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? 4 വർഷം എൻ്റെ സ്വന്തം കുട്ടികളെ നീ എൻ്റെ അടുത്ത് മാറ്റി നിർത്തിയെന്ന് അവൻ പറയുമ്പോൾ ഞാൻ എങ്ങനെ നിന്നോട് സത്യം പറയുമായിരുന്നു? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഫുൾ സൊസൈറ്റി എന്നെയും എൻ്റെ ഫാമിലി നോക്കി കളിയാക്കുന്നത് നിനക്ക് കാണണമായിരുന്നു. മാരി ചെയ്യാതെ ഞാൻ പ്രഗ്നൻ്റ് ആയി.
ഫാദർ ആരാണെന്ന് എനിക്കറിയ പോലുമില്ല. സൊസൈറ്റി എന്നെ എങ്ങനെ കാണുമെന്നാണ് നീ വിചാരിക്കുന്നത്? നീ ഓൾറെഡി എന്നെ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഹർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് പ്ലീസ് എന്നെയും എൻ്റെ കുട്ടികളുടെ ലൈഫിൽ നിന്നും നീ മാറി നിൽക്കൂ. നീ ഒരിക്കലും ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. എൻ്റെ കുട്ടികളിൽ നിനക്ക് ഒരു അവകാശവുമില്ല. അതുകൊണ്ട് പ്ലീസ് ഇനി ഒരിക്കലും ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരരുത്. നീ എവിടെയെങ്കിലും പോയി മരിക്കാൻ അവൾ പറയുന്നു. ഇത് കേട്ട് പ്രിൻ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. ഞാൻ മരിച്ചാൽ നീ എന്നോട് ക്ഷമിക്കുമെങ്കിൽ നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ശരി ശരി, നീ പോയി മരിക്കൂ. അറ്റ്ലീസ്റ്റ് നീ മരിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇവിടെ അവസാനിക്കുമല്ലോ എന്ന് അവളും പറയുന്നു. പ്രിന്നാകട്ടെ കടലിലേക്ക് നടന്നു പോകുന്നു. പക്ഷേ കുറെ നേരമായിട്ടും അവൻ തിരിച്ചു വരാതെ ആകുമ്പോൾ മിത്രയ്ക്ക് ഒരുപാട് ടെൻഷൻ ആകുന്നുണ്ട്. പ്രിൻ, നിനക്കെന്താ വട്ടുണ്ടോ? എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ അവൾ പറയുന്നു. പ്രിന്നാകട്ടെ കേൾക്കാതെ വീണ്ടും ഉള്ളിലേക്ക് നടക്കുകയാണ്. ഇത് കണ്ട് മിത്ര ടെൻഷനിൽ അവനെ ഹെൽപ്പ് ചെയ്യാനായി കടലിലേക്ക് പോകുന്നു. പക്ഷെ മിത്രയ്ക്ക് നീന്താൻ നന്നായിട്ട് അറിയില്ലായിരുന്നു. അവൾ മുങ്ങുന്നുണ്ട്. ലാസ്റ്റ് അവളെ ഹെൽപ്പ് ചെയ്യാനായി പ്രിൻ വരുന്നു. പ്രിൻ ആക്ച്വലി നന്നായി സ്വിമ്മിങ് അറിയാമായിരുന്നു. അവൻ അവളെ എടുത്തുകൊണ്ട് കരയിലേക്ക് വരുന്നു. തന്നെ വിടാനായിട്ട് ഒരുപാട് നേരം അവനോട് അവൾ പറയുന്നുണ്ടെങ്കിലും പ്രിൻ കേൾക്കാതെ അവളെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അവളുടെ കാൽ ഇഞ്ചൂർഡായിരുന്നു. തന്നെ വിടാൻ അവൾ പറയുന്നു. പ്രിൻ അവളുടെ കാല് നോക്കി അത് ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിത്ര അപ്പോഴും അവളുടെ ആറ്റിറ്റ്യൂഡ് വിട്ടിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാനും തന്നെ ടച്ച് ചെയ്തിരുന്നെല്ലാം അവൾ അവനോട് പറയുന്നുണ്ട്. പക്ഷെ പ്രിൻ ഇതൊന്നും മൈൻഡ് ആക്കുന്നില്ല. നിന്റെ കാല് ട്വിസ്റ്റ് ആയിരിക്കുക, ഞാൻ അത് ശരിയാക്കാം. പക്ഷെ കുറച്ച് പെയിൻ ഉണ്ടായിരിക്കും, നീ അത് സഹിക്കണം എന്നെല്ലാം അവൻ അവളോട് പറയുന്നു. പ്രിൻ അവളുടെ ക്ലോസായി വന്ന്, ഞാൻ മരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ട്, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് അവൻ പറയുന്നു. നിന്നോട് ആരാ പറഞ്ഞത് അവർ നിന്റെ മക്കളാണെന്ന് അവൾ ചോദിക്കുമ്പോൾ, നിനക്ക് വേണമെങ്കിൽ ഇതിനെ കോയിൻസിഡൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്ന് പറയാം. എൻ്റെ മദർ എൻ്റെ ലാപ്ടോപ്പിൽ നിന്റെ ഫോട്ടോ കണ്ടു, എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സോ പ്ലീസ് നിനക്കൊരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലേ? പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് ബെഗ് ചെയ്യുന്നുണ്ട്. ഒരിക്കലുമില്ല, ഞാൻ നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് മിത്ര അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ പ്രിൻ അവളെ വിടുന്നില്ല. ലാസ്റ്റ് അവൻ്റെ കൈ വിടിയിക്കാനായി അവൾ അവൻ്റെ കയ്യിൽ കടിക്കുന്നുണ്ട്. എന്നിട്ടും പ്രിൻ കൈ വിടുന്നില്ല. എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ഒരാൾ നിന്റെ ലൈഫിൽ വന്ന് നിന്റെ ലൈഫ് നശിപ്പിച്ചു, വീണ്ടും വീണ്ടും നിന്നെ ഒരുപാട് ഹർട്ട് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ നിന്നോട് ഒരു ചാൻസ് ചോദിക്കുകയായിരുന്നുവെങ്കിൽ നീ ക്ഷമിക്കുമായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന്, ഈസി ആയിട്ട് നിനക്ക് ക്ഷമിക്കാൻ പറ്റില്ലെന്നും. പക്ഷേ എൻ്റെ സിൻസിയറിറ്റി വഴി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കും. നിനക്ക് എന്നോട് ക്ഷമിക്കാൻ എത്ര ടൈം എടുക്കുമെന്ന് എനിക്കറിയില്ല. എത്ര ടൈം എടുത്താലും എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് നിന്നെ കെയർ ചെയ്യാൻ നീ എനിക്കൊരു ചാൻസ് തരണം. ഒരു ഹസ്ബൻഡിനെ പോലെ, ഒരു ഫാദറിനെ പോലെ നമ്മുടെ കുട്ടികളെ കെയർ ചെയ്യാൻ. ഇത്രയും നാളും നിന്നോടും നമ്മുടെ കുട്ടികളോടും ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്ക് തിരുത്താൻ ഒരു അവസരം തരണം. പ്ലീസ് എനിക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് നിനക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ലേ എന്ന് അവൻ ചോദിക്കുന്നു. പ്രിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മിത്രയുടെ മനസ്സ് ചെറുതായിട്ട് അലിയുന്നുണ്ട്. പക്ഷേ അവൾ സ്വയം പറഞ്ഞ് മനസ്സിനെ സ്ട്രോങ് ആക്കുന്നു. ഐ ആം റിയലി സോറി പ്രിൻ, പക്ഷേ നിനക്കൊരു ചാൻസ് തരാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിനുള്ള റൈറ്റ് നീ അന്ന് മോർണിംഗിൽ എന്നെ ഒറ്റയ്ക്കാക്കി ഒരു ലെറ്റർ മാത്രം എഴുതിയിട്ട് ഗണ്ണെ ഏൽപ്പിച്ചിട്ട് പോയ ദിവസം നിനക്ക് നഷ്ടമായി. നീ എന്തുമാത്രം ബാഡ് പേഴ്സൺ ആണെന്ന് എനിക്ക് അന്ന് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് എന്നെ ഹർട്ട് ചെയ്യാൻ നിനക്ക് ഒരു ചാൻസ് കൂടി തരാൻ ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. പ്രിന്നാകട്ടെ ഒരുപാട് സാഡായി അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സീനിൽ നാച്ച് എന്നെ പാമ്പിന്റെ കാര്യം പറഞ്ഞ് കുറെ ഉപദേശിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ചെൻ, നീ എന്നെ നന്നായി സംസാരിക്കുന്നത്, നിന്റെ വാക്കുകൾ എൻ്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തു എന്ന് അവൻ പറയുന്നു. എന്നിട്ട് അവളെ ഉപദേശിക്കുന്നു പാമ്പിനൊരു ചാൻസ് കൊടുക്കണമെന്ന് മറ്റും. എൻ്റെ വാക്കുകൾ നിന്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തത്, പക്ഷെ നിന്റെ വാക്കുകൾ എൻ്റെ ഫുൾ ബോഡിയിൽ എഫക്റ്റ് ഉണ്ടാക്കിയെന്ന് അവൾ പറയുമ്പോൾ, ഫുൾ ബോഡിയിലോ? എൻ്റെ ആ മെഡിസിൻ അപ്ലൈ ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് അവൻ ചോദിക്കുന്നു. സോ ചീസി, നീ എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാൻ നോക്കുകയാണോന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ് നീ എന്താ ഇത്രയും സീരിയസ് ആകുന്നതെന്ന് അവൻ ചോദിക്കുന്നു. ഇവിടെ മിത്ര ആണ്ട് വേയോട് ദേഷ്യപ്പെടുന്നു. പ്രിൻ ഇവിടെ വരുന്ന കാര്യം ആണിനറിയാമായിരുന്നെങ്കിൽ എന്താ എന്നോട് പറയാതിരുന്നെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിലെ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറി നീ അവനൊരു ചാൻസ് കൊടുക്കണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്.
നിനക്ക് പ്രിന്റ് ആവശ്യം ഉണ്ടാകില്ല. അവനോട് ക്ഷമിക്കാൻ നീ തയ്യാറുമല്ലായിരിക്കും. പക്ഷേ നിന്റെ കുട്ടികളോ? എല്ലാ കുട്ടികൾക്കും ഒരു ഫാദറിന്റെ ആവശ്യമുണ്ടെന്ന് ആണ്ട് പറയുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇത്രയും നാളും ഒരു ഫാദറിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ കുറവ് അവർക്കുണ്ടായിട്ടുമില്ല. അവരുടെ ലൈഫിൽ അവരുടെ മദറും ഫാദറും എല്ലാം ഞാനാണ്. പിന്നെ ഒരു കാര്യം കൂടി, ആണ്ട് ദയവ് ചെയ്ത് എൻ്റെ ഈ പ്രഗ്നൻസിയെ കുറിച്ച് പ്രിന്നോട് പറയരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടികളെയും കൂട്ടി ഞാൻ ഇവിടുന്ന് പോകും. പിന്നെ നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ കാണില്ല. ഞാൻ പ്രിന്നെ എന്തുമാത്രം വെറുക്കുന്നുവെന്ന് ആണ്ടിന് അപ്പോൾ മനസ്സിലാകുമെന്ന് അവൾ പറയുന്നുണ്ട്. ശരി, ഞാൻ പ്രിന്നോടൊന്നും പറയില്ല. പക്ഷെ നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന് ആണ്ട് അവളോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ മിത്ര അവളുടെ കുട്ടികളുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ആണ്ട് പറഞ്ഞ കാര്യങ്ങൾ അവൾ ഓർക്കുന്നുണ്ട്. നിനക്കൊരിക്കലും നിന്റെ കുട്ടികളുടെ ലൈഫിൽ ഒരു മദറും ഫാദറും ആകാൻ പറ്റില്ല. എല്ലാ കുട്ടികൾക്കും അവളുടെ ഫാദറിന്റെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ പ്രിന്റ് അവിടേക്ക് വരുന്നു. നിക്കും റീനയും അവനെ കണ്ട് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഓടി വന്ന് അവനെ ഹഗ് ചെയ്യുന്നു. നിക്ക്, റീന 5 മിനിറ്റ് ഞാൻ പ്രിന്നോടൊന്ന് സംസാരിച്ചിട്ടേന്ന് ചോദിച്ച് അവൾ പ്രിന്നെയും കൂട്ടി സൈഡിലേക്ക് വരുന്നു. നിനക്കൊരു ചാൻസ് തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന് അവൾ പറയുമ്പോൾ നിന്റെ കണ്ടീഷൻ എന്താണെന്ന് അവൻ ചോദിക്കുന്നു. നിക്കിന്റെയും റീനയുടെയും കൂടെ നിനക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. പക്ഷേ ആസ് എ ഫ്രണ്ടായിട്ട് നീ അവരുടെ ഫാദർ ആണെന്ന് നീ അവരോട് പറയരുത്. പിന്നെ നമ്മുടെ കാര്യം, നമുക്കിടയിൽ ഒരു റിലേഷനും ഇല്ല. നമുക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് അവൾ പറയുന്നു. ഇതെല്ലാം കേട്ട് പ്രിൻ ഒരുപാട് ഷോക്ക് ആകുന്നുണ്ട്. നിന്റെ ലൈഫിൽ എനിക്കൊരു ചാൻസ് തരാൻ നീ തയ്യാറല്ലാത്ത കാര്യം എനിക്ക് മനസ്സിലാകും. പക്ഷെ നീ എന്തുകൊണ്ടാ എൻ്റെ മക്കളോട് ഞാൻ അവരുടെ ഫാദറാണെന്ന് പറയരുതെന്ന് പറയുന്നതെന്ന് അവൻ ചോദിക്കുന്നു. എൻ്റെ ഫീലിങ്സ് നീ ഹർട്ട് ചെയ്ത പോലെ എൻ്റെ കുട്ടികളുടെ ഫീലിങ്സ് നീ ഹർട്ട് ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ആർക്കറിയാം, കുറച്ച് നാൾ കഴിയുമ്പോൾ നിന്റെ ഫാദർ ഡ്യൂട്ടീസ് നീ ചെയ്യാൻ തയ്യാറല്ലെങ്കിലോ, നീ എന്നെ ഉപേക്ഷിച്ച് പോയ പോലെ എൻ്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോയാലോ എന്ന് അവൾ ചോദിക്കുന്നു. അവളെ പറഞ്ഞ് മനസ്സിലാക്കാനായി പ്രിൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും മിത്രയാകട്ടെ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. ഞാനിത് നിനക്ക് തരുന്ന ലാസ്റ്റ് ചാൻസ് ആണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. നീ ഇതിന് തയ്യാറല്ലെങ്കിൽ എൻ്റെ കുട്ടികളെയും കൂട്ടി ഞാൻ ദൂരേക്ക് എവിടേക്കെങ്കിലും പോകും. പിന്നീട് നീ ഒരിക്കലും അവളുടെ ഫേസ് പോലും കാണില്ല എന്ന് അവൾ പറയുന്നു. ശരി, ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം നീയും പ്രോമിസ് ചെയ്യണം. നീ ടോണിനെ മാരി ചെയ്യില്ലെന്ന്. അല്ലെങ്കിൽ നിക്കും റീനയും എൻ്റെ മക്കളാണെന്ന കാര്യം ഞാൻ എല്ലാവരോടും പറയുമെന്ന് അവനും പറയുന്നു. അങ്ങനെയുള്ള ഒരു കാര്യവും നീ ചെയ്യരുത്. നമുക്കിടയിൽ ഒരു റിലേഷനും ഇല്ല. എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമാണെന്ന് അവൾ പറയുന്നുണ്ട്. നീ എനിക്ക് ചാൻസ് തരാൻ തയ്യാറല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ചാൻസ് ഉണ്ടാക്കിയേ പറ്റൂ. കാരണം അത്ര ഈസി ആയിട്ട് നിന്റെ മുന്നിൽ തോൽക്കാൻ ഞാൻ തയ്യാറല്ല. പിന്നെ ഒരു കാര്യം കൂടി, നിന്റെ മനസ്സിൽ എന്നോട് എത്ര വെറുപ്പുണ്ടോ അതെല്ലാം സ്നേഹമായി ഞാൻ മാറ്റുമെന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് മിത്ര ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. പ്രിന്നാകട്ടെ അവളെ നോക്കി സ്മൈൽ ചെയ്യുന്നു. സെയിം നൈറ്റ് ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കായിരുന്നു. സംസാരത്തിനിടയിൽ നിങ്ങളുടെ ഫാദർ ഞാനാണെന്ന് പ്രിൻ ആ കുട്ടികളോട് പറയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ മിത്രയുടെ ഫേസ് കാണുമ്പോൾ അവൻ മിണ്ടാതിരിക്കുന്നു. കാരണം അവളുടെ ഫേസ് അത്രയ്ക്ക് ഡേഞ്ചർ ആയിരുന്നു. അവനെങ്ങാനും പറയുകയാണെങ്കിൽ അവനെ കൊല്ലുന്ന രീതിയിൽ. ആണ്ടുവയും കണ്ണും പേടിച്ച് മിത്രയെ നോക്കുന്നുണ്ട്. മിത്ര കുട്ടികളോട് നിക്ക്, റീന നിങ്ങൾ വേഗം ഫുഡ് കഴിച്ച് പോയി കിടന്ന് ഉറങ്ങാൻ പറയുന്നു. ഇല്ല, ഞങ്ങൾ ആദ്യം പ്രിന്റ് എടുത്ത് പോകും. കാരണം പ്രിന്റ് ഞങ്ങളോട് പ്രോമിസ് ചെയ്ത ഞങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു തരാമെന്ന്. ഞങ്ങളുടെ കൂടെ സ്റ്റോറി കേൾക്കാൻ നീയും വരുന്നു എന്ന് പ്രിന്റ് മിത്രയോട് ചോദിക്കുന്നു. ഇത് കേട്ട് മിത്രയുടെ റിയാക്ഷൻ ഇതുപോലെയായിരുന്നു. പ്രിന്റ് റൂമിൽ പോയി നിങ്ങൾക്ക് സ്റ്റോറി കേൾക്കാം. പക്ഷേ നിങ്ങളുടെ റൂമിൽ തന്നെ കിടന്ന് ഉറങ്ങണമെന്ന് ആണ്ട് പറയുന്നു. കുട്ടികൾ സമ്മതിക്കുന്നുണ്ട്. പ്രിന്റ് കുട്ടികളുടെ നാനയെ നോക്കി താങ്കൾക്ക് ഇപ്പോഴും ഐസ്ക്രീം കഴിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണെന്ന് അവൻ ചോദിക്കുന്നു. കാരണം അന്ന് കുട്ടികളുടെ അമ്മയായിട്ട് അവന്റെ മുന്നിൽ അവർ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മിത്ര പറഞ്ഞിട്ട്. പാവം നാനിക്കാവട്ടെ എന്തു പറയണം എന്നറിയില്ല. മിത്രയുടെയും പ്രിന്റേയും ഈ കോൾഡ് വാറിന്റെ ഇടയ്ക്ക് അകപ്പെട്ടിരിക്കുന്നത് പാവം ഗണ്ണു ആണ്ടുമാണ്. നെക്സ്റ്റ് സീനിൽ പ്രിന്നും കുട്ടികളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. കുട്ടികൾ പ്രിന്നോട് ഞങ്ങൾ ആണ്ടുവേയുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവർ ആണ്ടുവേയെ മദർന്നാ വിളിക്കുന്നത്, മിത്രയെ സിസ്റ്ററിനും. കാരണം എല്ലാവരുടെയും മുന്നിൽ ഇവർ ആണ്ടുവേയുടെ മക്കളാണല്ലോ. കുട്ടികൾ പ്രിന്നോട് ജോലി കാരണം ആണ്ടുവേ എപ്പോഴും അമേരിക്കയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നത് മിത്രയാണെന്ന് പറയുന്നു. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഫാദറിനെ കണ്ടിട്ടില്ല.
സ്റ്റോറീസിലെല്ലാം മദറും ഫാദറും ഒരുമിച്ച് താമസിക്കുന്നത്. പക്ഷേ ആണ്ടുവേ ഒരിക്കലും ഞങ്ങളുടെ ഫാദറിനെ കാണിച്ചിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ഫാദറിനോട് സംസാരിച്ചിട്ടില്ല. പ്രിൻ ഇതെല്ലാം കേട്ട് ഒരുപാട് സാഡാകുന്നു. റീൻ അവനോട്, പ്രിൻ നീ എന്താ കരയുന്നത്? മിത്ര എപ്പോഴും ഇതുപോലെ രാത്രിയിൽ കരയാറുണ്ട്. ഞങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു തരും. അതിനുശേഷം അവൾ ഒരുപാട് കരയും. സത്യത്തിൽ മിത്ര ഒരുപാട് കരയാറുണ്ടായിരുന്നു എന്ന് പ്രിൻ ചോദിക്കുന്നു. എന്നിട്ട് പ്രിൻ കുട്ടികളോട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന്? രാത്രിയിൽ ഇതുപോലെ എന്നും സ്റ്റോറീസ് പറഞ്ഞു തരണമെന്ന്, നിങ്ങളുടെ കൂടെ ഗെയിംസ് കളിക്കണമെന്ന്? തീർച്ചയായും പ്രിൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കുട്ടികളും പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മദർ, നിങ്ങൾ മിത്രയെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യണം. കാരണം അവൾ എപ്പോഴും എന്നെ കണ്ടാൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഈസി ടാസ്ക് ആണ്. മിത്രയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് കുട്ടികളും പറയുന്നു. നെക്സ്റ്റ് സീനിൽ കുട്ടികളെ കൊണ്ടുപോകാനായി മിത്ര റൂമിലേക്ക് വരുന്നു. നീ എന്താ എന്നെ മിസ് ചെയ്തോ? അതുകൊണ്ടാണോ എന്നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നേന്ന് അവൻ ചോദിക്കുന്നു. ഒരിക്കലുമല്ല, ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ടുപോകാൻ വന്നയാ. ഒരുപാട് ലേറ്റ് നൈറ്റ് ആയെന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് വരുന്നു. പക്ഷേ നിക്കും റീനയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മിത്ര ഒരുപാട് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഉണരുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, നിക്കും റീനയും ഇന്നിവിടെ എൻ്റെ കൂടെ കിടന്നുറങ്ങട്ടെ. വേണമെങ്കിൽ നിനക്ക് ഇവിടെ കിടന്നുറങ്ങാമെന്ന് അവൻ പറയുന്നുണ്ട്. മിത്ര വന്ന് റീന എടുക്കുന്നു. പ്രിൻ പുറകിൽ നിന്ന് വന്ന് അവളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നീ എന്താ ഈ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ, റീന എടുക്കാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. മിത്ര അവനെ പുഷ് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം അവൾ നിക്കിൻ്റെ അടുത്ത് വരുന്നു. പ്രിൻ നിക്കിനെ എടുക്കുന്നു. അറ്റ്ലീസ്റ്റ് ഇവനെ എടുക്കാനെങ്കിലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പ്രിൻ പറയുന്നുണ്ട്. അതിനുശേഷം മിത്രയുടെ കൂടെ കുട്ടികളെയും കൂട്ടി അവളുടെ റൂമിലേക്ക് പോകുന്നു. പ്രിൻ ആകട്ടെ നല്ല ഹാപ്പിയിലായിരുന്നു. ഇതുപോലെ മിത്രയുടെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിലും തൻ്റെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതിൽ.